എല്ലാവർക്കും നമസ്കാരം. പൊതുവേ നമ്മൾ പഠിക്കുന്ന സമയത്ത് ബ്രേക്കിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്കുള്ള ബ്രേക്ക് എടുത്തില്ലെങ്കിൽ നമുക്ക് ആ കോൺസെൻട്രേഷൻ ലാപ്സ് വരും. മാത്രമല്ല ലോങ് സ്ട്രെച്ച് ഓഫ് അവേഴ്സ് പഠിക്കുന്ന സമയത്ത് ഒരു മടുപ്പ് ചിലപ്പോൾ തോന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളെപ്പോഴും ഒരു ബ്രേക്ക് കാൽക്കുലേറ്റ് ചെയ്തൊരു ബ്രേക്ക് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ പൊതുവേ മൺഡേ മുതൽ സാറ്റർഡേ വരെ കണ്ടിന്യൂസ് ആയി പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഞായറാഴ്ച ദിവസം റിവിഷനും ബ്രേക്കിനൊക്കെ സമയവും, പിന്നെ മാത്രമല്ല അതിലിടക്കുള്ള ഇൻ്റർവെൽസ്, ഇപ്പോൾ ഞാൻ ഒരു ദിവസം രാവിലെ പഠിക്കുന്ന സമയത്ത് തന്നെ ഇടയ്ക്ക് ഉറങ്ങാനും മാത്രമല്ല കുറച്ച് മറ്റ് പരിപാടികൾക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്കും ആവശ്യമാണ്. ഇപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ എക്സാം ആണെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ 2 മാസമേ ഉള്ളൂ എക്സാം എന്ന് വിചാരിച്ച് ഭീകരമായ ഒരു സ്ട്രെസ്ഫുൾ ടൈം ടേബിൾ ഇടുന്നത് പൊതുവേ നമ്മുടെയൊക്കെ ഏകദേശം എല്ലാവരുടെയൊക്കെ ഒരു ക്യാരക്ടറിൻ്റെ ഭാഗമാണ്. പക്ഷേ ബ്രേക്കുകൾ ആവശ്യമാണ്. പക്ഷേ നമ്മളിപ്പോൾ പൊതുവിൽ ഒരു 6 മാസം പരീക്ഷ ഉണ്ട് എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു ദിവസത്തെ റെസ്റ്റ്, ഇപ്പോൾ 5 ദിവസം പഠിക്കുമ്പോൾ ഒരു ദിവസം റെസ്റ്റ്, അതിൻ്റെ റിവിഷന് വേണ്ടി ഉപയോഗിക്കുന്നത് പൊതുവേ നമ്മൾ അധികം സ്ട്രെസ് എടുക്കാത്തൊരു ദിവസമാണല്ലോ. അപ്പോൾ ഒരു ദിവസത്തെ റെസ്റ്റ് പൊതുവേ നമ്മളെ ഒരു രീതിയിലും ബാധിക്കാത്തതാണ്. കാരണം അന്ന് റിവിഷനും ഉണ്ട്, അതുപോലെ തന്നെ റെസ്റ്റും ഉണ്ട് എന്നുള്ള പോലെയാണ്. 2 മുതൽ 7 ദിവസം വരെ റെസ്റ്റ്, ഏത് തരം റെസ്റ്റ് ആയാലും, ഇപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് കൊണ്ടി വന്നാൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടിയിൽ ഇൻവോൾവ് ആയിപ്പോയാൽ, പൊതുവെ PSC പോലത്തെ ഒരു പരീക്ഷയൊക്കെ നമ്മുടെ ടച്ച് വിട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്തെങ്കിലും കറണ്ട് അഫെയേഴ്സ് എങ്കിലും ചെയ്യണമെന്നാണ്. ഇപ്പോൾ ജോലി ചെയ്യുന്നവർ, അപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച വേറെ ഏതെങ്കിലും രീതിയിൽ എൻഗേജ്ഡ് ആയിപ്പോയവർ അറ്റ്ലീസ്റ്റ് ഇത്തിരിയെങ്കിലും കറണ്ട് അഫെയർസ് എന്തായാലും നമ്മൾ ഇതിൽ ഔട്ട് ഓഫ് ടച്ച് അല്ലാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഇത്തിരി റെസ്റ്റഡ് ആവുന്നൊരു മാനസികാവസ്ഥയിലേക്ക് മാറും. 7 ദിവസത്തിന് മുകളിൽ നമ്മളെപ്പോഴും റെസ്റ്റ് എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ബ്രേക്കിന് പോകുന്നത്, ഇപ്പോൾ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയാവും, ഇപ്പോൾ ഓഫീസ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഴ്സുകളൊക്കെ ആയിട്ട് പോകുന്നവർക്ക് ഗ്യാപ്പ് വരാതെ നോക്കിയില്ലെങ്കിൽ രണ്ടാമതും ഇതേ കാര്യം ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മളതിന് മുമ്പ് പഠിച്ച മുഴുവൻ കാര്യം, ഇപ്പോൾ 30 ദിവസം എടുത്ത് പഠിച്ച കാര്യങ്ങൾ 7 ദിവസത്തിൽ കൂടുതൽ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പൊതുവിൽ സാധാരണഗതിയിൽ സംഭവിക്കുന്നത് നമ്മൾ രണ്ടാമതും പഠിച്ചത് വീണ്ടും റിവൈസ് ചെയ്യും, അതിൻ്റെ മുകളിൽ സമയം കളയും ചെയ്യേണ്ട ഒരവസ്ഥയാണ്. അതുകൊണ്ട് 7 ദിവസത്തെ കൂടുതലൊക്കെ ഒരു ബ്രേക്കിന് പോകുമ്പം മിനിമം കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യുന്നുണ്ട്, 1 മണിക്കൂറെങ്കിലും എന്തെങ്കിലും പഠിത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തിയാൽ ഈ പറഞ്ഞ ഔട്ട് ഓഫ് ടച്ച് എന്ന രീതിയിൽ ഒഴിവാക്കുക. അപ്പം ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ബ്രേക്കുകളല്ല, ആവശ്യത്തിനുള്ള ബ്രേക്കുകൾ നമുക്ക് പഠിത്തത്തിന് ആവശ്യമാണ്. അപ്പോൾ അത് നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എപ്പോഴും സബ്ജക്റ്റ് മാറ്ററുമായിട്ട് ടച്ച് വിട്ട് പോകാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇല്ലെങ്കിൽ കോമൺ ചോദ്യങ്ങൾക്ക് പോലും തെറ്റ് ഉത്തരങ്ങൾ നമ്മൾ നൽകിയേക്കാം എന്നുള്ള ഒരവസ്ഥ വരും. അതുകൊണ്ട് ആ ഫെമിലിയാരിറ്റിക്കാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഓക്കെ, ബൈ. വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ബൈ, ടേക്ക് കെയർ.